ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബീർ അലി. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് തുടങ്ങുകയാണ്. ഇത് ഇൻ്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള ക്ലാസ്സാണ്. ഇത് ബിഗിനേഴ്സിനുള്ള ക്ലാസ് അല്ല. അതായത് ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥങ്ങളൊന്നും അധികം ഇതിൽ പറയില്ല. ഇൻ്റർമീഡിയറ്റ് ലെവലുകാരാണ് അത് കാണേണ്ടത്. അപ്പോൾ ബിഗിനേഴ്സിന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ലെവലുകാർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഈ ഒരു പ്ലേലിസ്റ്റ് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പ്രാക്ടീസിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കണക്ടർ എന്ന് പറയുന്നത് രണ്ട് കണക്ടേഴ്സ് ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഒന്ന് വാട്ട്, ഒന്ന് വാട്ട് എവർ. അപ്പോൾ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ത്. വാട്ട് എവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ഉപയോഗിക്കാം, പിന്നെ കണക്ടറായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ നിർബന്ധമായത് കാണുക, അത് മിസ് ചെയ്യരുത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്ടറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ദാറ്റ് എന്ന കണക്ടർ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായി അത് കണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് എവർ. അപ്പോൾ ഈ ദാറ്റ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വാട്ട് എവർ ഒക്കെ പഠിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ വാട്ട് എന്നുള്ളത് എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് ആദ്യം നോക്കാം. വാട്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. വാട്ട് ഇസ് യുവർ നെയിം? നിൻ്റെ പേര് എന്താണ്? അവിടെ എന്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് എന്താണ്, യുവർ നെയിം നിൻ്റെ പേര്. പിന്നെ വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ എന്താണ് യു ഡൂയിങ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യുവർ നെയിം എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട്, യുവർ നെയിം എന്നുള്ളത് നിൻ്റെ പേര് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ വാട്ട് ഇസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇസ് യുവർ നെയിം? പിന്നെ എന്താണ് നീ ചെയ്യുന്നത്? അവിടെ നീ എന്നുള്ളത് യു എന്നുള്ളതിനൊപ്പം എപ്പോഴും യു ആർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ വാട്ട് എങ്ങനെയാണ് കണക്ടറായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. കണക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണോ അത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഐ നോ വാട്ട് ഷീ വാണ്ട്സ്. ഇവിടെ ഐ നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം. വാട്ട് ഷീ വാണ്ട്സ് എന്താണ് അവൾക്ക് വേണമെന്നത്, എന്താണോ അവൾക്ക് വേണ്ടത് അത് എനിക്കറിയാം. ഐ നോ വാട്ട് ഷീ വാണ്ട്സ്. അപ്പോൾ ഐ നോ കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താണ് അവൾക്ക് വേണ്ടത് എന്ന് തന്നെ കറക്റ്റായിട്ട് വെക്കാം. ഐ നോ വാട്ട് ഷീ വാണ്ട്സ്. പിന്നെ നീ കേട്ടത് എന്താണെന്ന് പറയൂ. അതെങ്ങനെയാണ് പറയാം? അപ്പോൾ പറയൂ എന്നുള്ളതിന് ടെൽ മീ, പറയൂ ടെൽ മീ. പിന്നെ നീ കേട്ടത് എന്താണ് അങ്ങനെ പറയാൻ വാട്ട് യു ഹേർഡ്, വാട്ട് യു ഹേർഡ്. ടെൽ മീ വാട്ട് യു ഹേർഡ്. നീ കേട്ടത് എന്താണെന്ന് പറയൂ. ടെൽ മീ വാട്ട് യു ഹേർഡ്. ഓക്കെ, ഇനി നമുക്ക് വാട്ട് എവർ എന്താണെന്ന് നോക്കാം. വാട്ട് എവർ എന്നുള്ളത് ഒരു കണക്ടറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ അതായത് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഡു വാട്ട് എവർ യു വാണ്ട് എന്നത് നിനക്ക് വേണ്ടത് എന്താണെങ്കിലും ചെയ്യും, അങ്ങനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം. അതായത് ഡു വാട്ട് യു വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടത് എന്താണോ അത് ചെയ്യുക. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം, ആ ഒരു കാര്യം മാത്രം, അത് മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ ഡു വാട്ട് യു വാണ്ട്. നിനക്ക് വേണ്ടത് എന്താണോ അത് ചെയ്യാം. ഇനി നിനക്ക് വേണ്ടത് എന്താണെങ്കിലും അത് ചെയ്തോ എന്ന് പറയില്ലേ, ആ ഒരു സ്പെസിഫിക് അല്ല. എന്ത് വേണമെങ്കിലും, എന്താണോ നിനക്ക്, എന്തൊക്കെയാണോ നിനക്ക് വേണ്ടത്, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ എന്ന് പറയുമ്പോഴാണ് ഡു വാട്ട് എവർ യു വാണ്ട് എന്ന് പറയുന്നത്. ഇനി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ എന്ന് പറയാനോ ടേക്ക് വാട്ട് എവർ യു ലൈക്ക്, ടേക്ക് വാട്ട് എവർ യു ലൈക്ക്. ഓക്കെ, ഇനി അവൻ എന്ത് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പറയാനോ ഐ ഡോണ്ട് കെയർ വാട്ട് എവർ ഹി സേയ്സ്. ഐ ഡോണ്ട് കെയർ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. വാട്ട് എവർ ഹി സേയ്സ് അവൻ പറയുന്നത് എന്താണെങ്കിലും, അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ വാട്ട് എവർ ഹി സേയ്സ്. അവൻ പറയുന്നത് എന്താണെങ്കിലും ഐ ഡോണ്ട് കെയർ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇനി ഇതുപോലെ തന്നെ എനി എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഏത് വേണമെങ്കിലും, ഏതും എന്ന് പറയാനും ഈ വാട്ട് എവർ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കും. യു ക്യാൻ ചൂസ് വാട്ട് എവർ കളർ യു ലൈക്ക്. യു ക്യാൻ ചൂസ്, നിനക്ക് തിരഞ്ഞെടുക്കാം. എന്ത് തിരഞ്ഞെടുക്കാം? ഏത് കളർ വേണമെങ്കിലും, നിനക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. യു ക്യാൻ ചൂസ് വാട്ട് എവർ കളർ യു ലൈക്ക്. ഇവിടെ യു ക്യാൻ ചൂസ് എനി കളർ യു ലൈക്ക്, അത് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ നിനക്കിഷ്ടമുള്ള ഏത് കളറും നിനക്ക് തിരഞ്ഞെടുക്കാം എന്ന് തന്നെയാണ് അതിനർത്ഥം. പക്ഷെ ഇവിടെ എംഫസൈസ് ചെയ്ത് പറയുക, അതായത് ഏത് വേണമെങ്കിലും നീ എടുത്തോ എന്ന് പറയുമല്ലോ. അപ്പോൾ അവിടെ ഏതാണെങ്കിലും എന്ന് പറയാനായിട്ട് ഇവിടെ വാട്ട് എവർ തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ഈ എനി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമുക്കത് പറയാനുള്ള അങ്ങനെ ഊന്നി പറയില്ലേ, അത് ശരിയാവില്ല. എംഫസൈസ് ചെയ്ത് പറയണമെങ്കിൽ അവിടെ വാട്ട് എവർ തന്നെ വെക്കണം. യു ക്യാൻ ചൂസ് വാട്ട് എവർ കളർ യു ലൈക്ക്. നിനക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം.
ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വാട്ട് എന്നുള്ളതിനും അതുപോലെ തന്നെ വാട്ട് എവർ എന്നുള്ളതിൻ്റെയും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ട് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനാണ്. അതായത് ഐ നോ വാട്ട് ഹീ നീഡ്സ്, അവൻ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. ഐ നോ, എനിക്കറിയാം. വാട്ട് ഹീ നീഡ്സ്, അവൻ എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അവിടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അവൻ എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് അല്ല. അപ്പം നമ്മൾ എങ്ങനെ പറയണം? ഐ നോ വാട്ട് എവർ ഹീ നീഡ്സ്. മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ടേക്ക് വാട്ട് എവർ യു നീഡ്, നിനക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെങ്കിലും എടുത്തോ. ടേക്ക് വാട്ട് എവർ യു നീഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് എല്ലാ പോസിബിലിറ്റീസും, ഏതെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റീസും നമുക്ക് പറയാം. ആ കാര്യങ്ങളാണ് വാട്ട് എവർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. എന്നാൽ വാട്ട് എന്നുള്ളത് ശരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വാട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി എക്സാമ്പിൾസ് പഠിച്ചിട്ട് നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എനിക്ക് മനസ്സിലായില്ല, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അവൻ പറഞ്ഞത്, വാട്ട് ഹി സെഡ്. അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി സെഡ്. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി സെഡ്. ഇനി എനിക്ക് ആവശ്യമുള്ളത് അവൾ നൽകി. അപ്പോൾ ആദ്യം നമ്മളെങ്ങനെ പറയണം? അവൾ നൽകി. ഷീ ഗേവ് മീ, അവൾ എനിക്ക് നൽകി. എന്താണ് എനിക്ക് നൽകിയത്? എനിക്ക് ആവശ്യമുള്ളത് എന്തോ. വാട്ട് ഐ നീഡഡ്, ഞാൻ ആവശ്യപ്പെട്ടത് എന്തോ, എനിക്ക് ആവശ്യമുള്ളത്. വാട്ട് ഐ നീഡഡ്. അപ്പോൾ ഷീ ഗേവ് മീ വാട്ട് ഐ നീഡഡ്. ഷീ ഗേവ് മീ വാട്ട് ഐ നീഡഡ്. ഇനി എനിക്ക് തോന്നിയത് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഐ ടോൾഡ് ഹിം. എനിക്ക് തോന്നിയത്, വാട്ട് ഐ ഫെൽറ്റ്. എനിക്ക് തോന്നിയത്, ഐ ഫെൽറ്റ്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ, വാട്ട് ഐ ഫെൽറ്റ്. ഐ ടോൾഡ് ഹിം വാട്ട് ഐ ഫെൽറ്റ്. ഐ ടോൾഡ് ഹിം വാട്ട് ഐ ഫെൽറ്റ്. ഇനി നമുക്കിതുപോലെ വാട്ട് എവറിൻ്റെ ഒരു 2-3 എക്സാമ്പിൾസ് കൂടെ പഠിക്കാം. നിനക്കിഷ്ടമുള്ളത് എന്തും ചെയ്യൂ. ചെയ്യൂ, ഡു. നിനക്കിഷ്ടമുള്ളത്, യു ലൈക്ക്. ഇനി ഇതിന് തൊട്ട് മുമ്പാണ് വാട്ട് എവർ വെക്കേണ്ടത്. ഡു വാട്ട് എവർ യു ലൈക്ക്. നിനക്കിഷ്ടമുള്ളത് എന്തും ചെയ്യൂ. ഡു വാട്ട് എവർ യു ലൈക്ക്. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ പിന്തുണയ്ക്കും. ഇവിടെ ഞാൻ നിന്നെ പിന്തുണയ്ക്കും. ഐ വിൽ സപ്പോർട്ട് യു. ഐ വിൽ സപ്പോർട്ട് യു. എന്ത് സംഭവിച്ചാലും, വാട്ട് എവർ ഹാപ്പൻസ്. ഐ വിൽ സപ്പോർട്ട് യു വാട്ട് എവർ ഹാപ്പൻസ്. ഇനി അവൾക്ക് ആഗ്രഹമുള്ളത് എന്തും അവൾ കഴിക്കും. അപ്പോൾ ഇവിടെ അവൾ കഴിക്കും, ഷീ ഈറ്റ്സ്. അതായത് അവൾ കഴിക്കാറുണ്ട്, ഷീ ഈറ്റ്സ്. ഇനി അവൾക്ക് ആഗ്രഹമുള്ളത് എന്നുള്ളതിന് ഷീ വോൺസ്. അപ്പോൾ ഇവിടെ വാട്ട് എവർ വയ്ക്കുമ്പോൾ ഷീ ഈറ്റ്സ് വാട്ട് എവർ ഷീ വാൺസ്. ഷീ ഈറ്റ്സ് വാട്ട് എവർ ഷീ വാൺസ്. അപ്പോൾ ക്ലാസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? വാട്ട് എന്താ, വാട്ട് എവർ എന്താ എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എന്താണ് വാട്ട് എവർ എന്ന് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ മലയാളം പറയുന്നില്ല, ഇംഗ്ലീഷ് സെൻറ്റൻസ് മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. എല്ലാവരും നന്നായിട്ട് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഏതെങ്കിലും മീനിങ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻസിൽ പറയാം. നമുക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് വാട്ട് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ആണ് ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. ഐ ഡോണ്ട് നോ വാട്ട് ഹി വാണ്ട്സ്. ഐ ഡോണ്ട് നോ വാട്ട് ഹി വാണ്ട്സ്. ഷീ ടുക്ക് വാട്ട് ഷീ നീഡഡ്. ഷീ ടുക്ക് വാട്ട് ഷീ നീഡഡ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ് ദോ. ടെൽ മീ വാട്ട് ഹാപ്പൻഡ് ദോ. ഹി ബിലീവ്സ് വാട്ട് യു സെഡ്. He believes what you said. I gave him what I had. I gave him what I had. She understood what I meant. She understood what I meant. Do you remember what he told us? Do you remember what he told us? He always does what is right. He always does what is right. Let me show you what I made. Let me show you what I made. I don't believe what they say. I don't believe what they say. അപ്പോൾ ഇനി നമുക്ക് വാട്ട് എവർ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യാം. വാട്ട് എവർ യു ഡു ഇറ്റ് വെൽ. വാട്ട് എവർ യു ഡു ഇറ്റ് വെൽ. ടേക്ക് വാട്ട് എവർ യു വാണ്ട്. ടേക്ക് വാട്ട് എവർ യു വാണ്ട്. ഷീ വിൽ ഈറ്റ് whatever is on the table. She will eat whatever is on the table. You can ask me whatever you want. You can ask me whatever you want.
Do whatever it takes to succeed. Do whatever it takes to succeed. Do whatever it takes to succeed. I am okay with whatever you decide. I am okay with whatever you decide. He ignored whatever she said. He ignored whatever she said. Let her choose whatever color she likes. Let her choose എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കാൻ അനുവദിക്കൂ. Let her choose whatever color she likes. Whatever he buys, he checks the price first. Whatever he buys, he checks the price first. അപ്പോൾ വേണമെങ്കിൽ വാട്ടെവർ എന്നുള്ളത് തുടക്കത്തിലും വെക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. വാട്ടെവർ ഹി ബൈസ്, ഹി ചെക്സ് ദ പ്രൈസ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് കഴിഞ്ഞു. വാട്ടെവർ എന്ന് വെച്ചിട്ടുള്ള ഒരുപാട് സെൻറ്റൻസ് നമ്മൾ പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. ഇനി നമുക്ക് റിവിഷനിലേക്ക് പോവാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ടു, ബൈ ദ ടൈം, ആഫ്റ്റർ, ബിഫോർ, വൈൽ, വെൻ, ഫോർ, സിൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇഫ്, പിന്നെ ദാറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഓരോ സെൻറ്റൻസ് വീതം പറഞ്ഞു നോക്കാം. അങ്ങനെ നമുക്കിത് റിവിഷൻ ചെയ്യാം. ആദ്യം ടു വെച്ചുള്ളൊരു എക്സാമ്പിൾ. I woke up early to study for the exam. I woke up early to study for the exam. ഇനി by. I have to finish this work by 5 p.m. I have to finish this work by 5 p.m. ഇനി നമുക്ക് ഇത് ഒരു കണക്ടറായിട്ട് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. I waited for her by reading a book. I waited for her by reading a book. അടുത്തത് by the time. By the time I reached, the train had left. By the time I reached, the train had left. ഇനി when. When I called her, she was sleeping. When I called her, she was sleeping. ഇനി while. While I was reading, the power went off. While I was reading, the power went off. ഇനി for. I stayed in Chennai for 2 years. I stayed in Chennai for 2 years. For മറ്റൊരു തരത്തിൽ കണക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ I didn't go out for it was too late. I didn't go out for it was too late. അടുത്തത് since. I have been working here since 2020. I have been working here since 2020. ഇനി since മറ്റൊരു തരത്തിൽ കണക്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ I stayed home since it was raining. I stayed home since it was raining. ഇനി before. Wash your hands before you eat. Wash your hands before you eat. ഇനി after. We will go to the park after lunch. We will go to the park after lunch. പിന്നെ നമ്മൾ പഠിച്ചത് if. If it rains, we will stay at home. If it rains, we will stay at home. പിന്നെ പഠിച്ചത് that. I know that she is coming. I know that she is coming. ഇനി നമ്മൾ ഇന്ന് പഠിച്ചത് whatever. അത് വെച്ചൊരു കോൺവെർസേഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. What are you doing? What are you doing? I am writing what I heard in the class. I am writing what I heard in the class. You can write whatever you want. Just don't make noise. You can write whatever you want. Just don't make noise. Okay, I will do whatever it takes to learn well. Okay, I will do whatever it takes to learn well. അപ്പോൾ റിവിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് പറയേണ്ടത്. അപ്പോൾ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിന് ഒരു പാരഗ്രാഫാണ് നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. നമുക്ക് ഇന്ന് ഒരു കോൺവെർസേഷൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ ഒന്ന് കേട്ടിട്ട് വരാം അല്ലേ. ഇവിടെ നെയിമിന് പകരം എ ബി എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എ ഒരാളാണ്, ബി മറ്റൊരാളാണ്. അപ്പോൾ ആ കോൺവെർസേഷൻ ശ്രദ്ധിക്കാം. ഹേ, വൈ ഡിഡ്ന്റ് യു കം ടു ക്ലാസ് ടുഡേ? ഹേ, വൈ ഡിഡ്ന്റ് യു കം ടു ക്ലാസ് ടുഡേ? I had to go to the hospital to meet my uncle. He has been there since yesterday. I had to go to the hospital to meet my uncle. He has been since yesterday. Oh God, is he okay? Oh God, is he okay? Yeah, much better now. He has been under observation for a day. Yeah,
much better now. He has been under observation for a day. By the time I reached, the doctor had already left. By the time I reached, the doctor had already left. So you waited? Yes, while waiting, I read a book. Yes, while waiting, I read a book. After meeting him, I went straight home. After meeting him, I went straight home. Did you eat anything? Did you eat anything? No, I was so tired that I slept without eating. No, I was so tired that I slept without eating. Before going to bed, I just called my mom. Before going to bed, I just called my mom. You could have called me. You could have called me. I would have helped if I had known. I would have helped if I had known. I didn't think of that. Thanks. I didn't think of that. Thanks. When friends are in trouble, we should help. When friends are in trouble, we should help. Sure, I will call you before I go anywhere. Sure, I will call you before I go anywhere. അപ്പോൾ എല്ലാവർക്കും ഈ കോൺവെർസേഷൻ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ കോൺവെർസേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലുള്ള കോൺവെർസേഷൻ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, ഒന്ന് എഴുതി നോക്കുക. അതൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി വളരെയധികം സഹായിക്കും. പിന്നെ ഒരു പാരഗ്രാഫ് മേക്ക് ചെയ്യുക, ആ പാരഗ്രാഫ് നമ്മളത് പറഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ടെൻസും ഈ കണക്റ്റേഴ്സും ഒക്കെ ഓർമ്മയിൽ വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പ്രാക്ടീസ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.